ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആ പ്രഭാതത്തിൽ തോമസ് കാർലൈൻ്റെ കോളിംഗ് ബെല്ല് മുഴങ്ങി. അത് മുഴക്കിയത് ജോൺ സ്റ്റുവർട്ട് മില്ലായിരുന്നു. കാർലൈൻ താൻ അടുത്ത കാലത്ത് വരെ എഴുതി പൂർത്തിയാക്കിയതായ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ളതായ പുസ്തകം അതിനെ നിരീക്ഷണത്തിന് വേണ്ടി ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തോമസ് കാർലൈൻ ഉണ്ടായിരുന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ളതായ ആ പുസ്തകം ഉടനെ പ്രസിദ്ധീകരിക്കാം, അതോടുകൂടി തൻ്റെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഈ പരിദേവനമൊക്കെ മാറും എന്നുള്ള ചിന്താഗതിയിലായിരുന്നു അദ്ദേഹം അത് കൊടുത്തിരുന്നത്. എന്നാൽ രാവിലെ ഒരു ദുഃഖവാർത്തയുമായിട്ടാണ് ഈ മില്ല് കടന്നത്. അദ്ദേഹം പറഞ്ഞു, നിർഭാഗ്യമെന്ന് പറയട്ടെ, താങ്കൾ എന്നെ ഏൽപ്പിച്ചതായ പുസ്തകം അടിക്കാനുള്ളതായ ആ എഴുതിയതായ ആ സ്ക്രിപ്റ്റ് നമ്മുടെ വേലക്കാരി തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. പറഞ്ഞാൽ ചാരമായി. ഇത് കേട്ടപാടെ തോമസ് കാർലൈൻ തൻ്റെ തല കുനിഞ്ഞുപോയി. താൻ വിങ്ങിക്കരഞ്ഞു. കാരണം വർഷങ്ങളെടുത്ത് പട്ടിണി കിടന്ന് വിശപ്പും ദാഹവും സഹിച്ച് വളരെ ത്യാഗം സഹിച്ച് ഉറക്കമെല്ലാം അടച്ചിരുന്നാണ് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ളതായ ഒരു പുസ്തകം താൻ എഴുതി തയ്യാറാക്കിയത്. അതൊന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോപ്പിയൊന്ന് പരിശോധിച്ച് അതിൻ്റെ തെറ്റുകൾ തിരുത്തി നൽകാൻ വേണ്ടിയാണ് ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. പക്ഷേ അത് തൻ്റെ വീട്ടിൽ വെച്ച് താൻ നോക്കിയതിന് ശേഷം തന്നെ മേശയിൽ നിന്ന് അത് താഴെ വീണുപോയി. അത് വേലക്കാരത്തെ എടുത്ത് അടുപ്പിലിട്ട് ചുട്ടു കളഞ്ഞു. അദ്ദേഹം കുറേ നേരം വല്ലാതെ വിഷമിച്ചു. അങ്ങനെ അദ്ദേഹം ഇനി എഴുതുന്നില്ല, എഴുത്ത് നിർത്തി. ഇനി ഒരു പുസ്തകവും ഞാൻ എഴുതുകയില്ല എന്ന് തോമസ് കാർലൈൻ തീരുമാനമെടുത്തു. അങ്ങനെ അദ്ദേഹം നിരാശനായിട്ട് തൻ്റെ മുറിയിലിരുന്നിട്ട് താൻ പുറത്തേക്ക് ജനലിനകത്തോടെ നോക്കുമ്പോൾ കുറച്ചകലെയായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. താൻ നോക്കുമ്പോൾ നിരനിരയായിട്ട് ഇഷ്ടിക വെച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇഷ്ടിക പിടിപ്പിച്ച് പണിതുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നല്ല ഒരു ഭിത്തിയായി മാറി അതൊരു കെട്ടിടമായി മാറുവാനിടയായി. അതിൽ നിന്ന് അദ്ദേഹത്തിനൊരു പ്രോത്സാഹനം, ഉത്തേജനം ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ ചെറിയ ഇഷ്ടികകൾ പെറുക്കി വെച്ച് നിരനിരയായിട്ട് വെച്ച് അത് മുകളിലായിട്ട് പണിത് അതൊരു വലിയ ചുമര് ആക്കി മാറ്റി വീണ്ടും അതൊരു കെട്ടിടമായി രൂപാന്തരപ്പെടുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ മനസ്സിൻ്റെ അവിടെ ആയിട്ടുള്ളതായ എൻ്റെ തലച്ചോറിൽ ഉള്ളതായ ആ ചെറിയ ഓർമ്മകളെല്ലാം കൂടെ പെറുക്കിയെടുത്ത് ഒന്നുകൂടെ ഞാൻ പരിശ്രമിച്ചാൽ നിശ്ചയമായും നല്ലൊരു പുസ്തകം രൂപപ്പെടുത്താൻ കഴിയും എന്നുള്ള ചിന്ത. ഉടനെ അദ്ദേഹം കയ്യിൽ പേനയെടുത്തു, പേപ്പറെടുത്തു, അദ്ദേഹം കുത്തിക്കുറിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്നുള്ളതായ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ളതായ ആ ഓർമ്മകളിൽ നിന്ന് ഓരോ വാക്കുകൾ പൊടി തട്ടിയെടുത്ത് അദ്ദേഹം പേപ്പറുകളിൽ എഴുതി തുടങ്ങി. അത് വാക്കുകളായി, വാചകങ്ങളായി, അത് ഓരോ പേജുകളായി അധികം താമസിയാതെ ഒരു പുസ്തകമായി രൂപപ്പെടുവാനിടയായി. അതിനുശേഷം അദ്ദേഹത്തെ ഈ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ള ഇത്രത്തോളം ആധികാരികമായിരിക്കുന്ന കൃതി വേറെ ആരും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ ലോക സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വരുവാനിടയായി തീർന്നൊന്നു മാത്രമല്ല, വളരെയധികം സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും അവാർഡുകളും അദ്ദേഹത്തിന് ആ പുസ്തകത്തിന് വേണ്ടി ലഭിക്കാനിടയായി. പ്രിയ സുഹൃത്തെ, ഞാൻ ഒരു കാര്യം തന്നെ പറയാം. അദ്ദേഹം ആ തോമസ് കാർലൈൻ നിരാശയോടുകൂടി ആ പുസ്തകം എഴുത്ത് അവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ലോകത്തിന് ഏറ്റവും മഹത്തരമായ കൃതി നഷ്ടപ്പെടുമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം എന്നേക്കുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായ ഒരു സാഹിത്യകാരനായി മാറിയേനെ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടി അതോടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ജനമറിയാൻ തുടങ്ങി, ലോകമറിഞ്ഞു. അദ്ദേഹത്തിന് പല അവാർഡുകൾ ലഭിക്കാനിടയായി. ഞാൻ കാര്യം പറയട്ടെ,
കുറേ പരീക്ഷ എഴുതി തോറ്റു, ഇനി എഴുതുന്നില്ല എന്ന് കരുതി ഇരിക്കുകയാണോ? പല ഇൻ്റർവ്യൂവിനും ഞാൻ കടന്നുപോയി, പല ടെസ്റ്റും ഞാൻ എഴുതി, ഒരു ജോലിയും കിട്ടിയില്ല. അതുകൊണ്ട് ജോലിക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് നീ മാറിയിരിക്കുകയാണോ? ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ ആർക്കും സ്നേഹവുമില്ല, ഒരു കരുതലും കാവൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നീ അവിടുത്തെ സ്ഥാപനത്തിലെ ജോലി അവസാനിപ്പിക്കാനായിട്ട് തുനിഞ്ഞിരിക്കുകയാണോ? മിഷണറി പ്രവർത്തനത്തോട് ഒരു ഉപകാരവും ഇല്ല, ഒരു കാര്യം നടക്കുകയില്ല. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഞാൻ അനുഭവിക്കുക. അതുകൊണ്ട് മിഷണറി വർക്കെല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ പോയി കുത്തിയിരിക്കാമെന്ന് ചിന്തിച്ചാണോ നീ ഇരിക്കുന്നത്? പല കൃഷിയും മാറി മാറി നോക്കി, പക്ഷേ കൃഷിയെല്ലാം പരാജയമാണ്. ഇനി ഞാൻ കൃഷി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് കരുതിയിരിക്കുകയാണോ? സുഹൃത്തെ, നീ പരിശ്രമിക്കണം, ഓരോന്നോരോന്നായി നീ പരിശ്രമിക്കണം. അത് ഓരോ കട്ടയായിട്ട് വെച്ചതെങ്കിലും ഓരോ ഇഷ്ടികയായിട്ട് വെച്ചതെങ്കിലും അത് നിരനിരയായിട്ട് വന്ന് അത് ഉയർന്ന് ഒരു ചുമരാകും. കുറച്ച് കഴിയുമ്പോൾ അതൊരു ബിൽഡിംഗ് ആയിട്ട് മാറ്റപ്പെടും എന്ന് പറഞ്ഞതുപോലെ നിന്റെ സ്വപ്നങ്ങൾക്ക് മുഴുവൻ ചിറക് വെക്കുവാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. നീ നിന്റെ തൊഴിൽ അവസാനിപ്പിക്കരുത്, നിന്റെ പഠനം അവസാനിപ്പിക്കരുത്, നിന്റെ പരിശ്രമം അവസാനിപ്പിക്കരുത്, നിന്റെ കൃഷി അവസാനിപ്പിക്കരുത്, നിന്റെ മിഷണറി വർക്ക് അവസാനിപ്പിക്കരുത്. ഈ സന്ദേശം നീ കേട്ട് ഇത് നിന്റെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം വരുത്തും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യം. ചികിത്സ കുറേ ചെയ്തു, ഇനി അതുകൊണ്ട് കാര്യമില്ല, പണം നഷ്ടപ്പെടുന്നു എന്നല്ലാതെ ഇനി അത് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നീ ചികിത്സ അവസാനിപ്പിച്ച് മരണത്തെ കാത്ത് കിടക്കുകയാണ്. പാടില്ല. ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് കാര്യം മറന്നു പോയിരുന്നു. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരിൽ പ്രമുഖ വ്യക്തിയായിരുന്നു ശീമോൻ പത്രോസ്. ഈ ശീമോൻ പത്രോസിനെ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കലേക്ക് തൻ്റെ സഹോദരനെ അന്ത്രയോസ് കൂട്ടിക്കൊണ്ടുപോയി. അന്ത്രയോസ് കൂട്ടിക്കൊണ്ടുപോയി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ യേശു അവനെ നോക്കി. ആ ഒരു നോട്ടത്തിൽ തന്നെ വെറും ബലഹീനനായിരുന്നതായ പത്രോസിന് അവനിൽ ഒരു വലിയ നന്മ യേശു കണ്ടു. അവനൊരു നല്ല ഭാവി യേശു കണ്ടു. യേശു അവനോട് പറഞ്ഞു, ഇനി നീ എൻ്റെ പേര് ശീമോൻ എന്നല്ല, നീ കേഫ എന്നാകും. അതിൻ്റെ അർത്ഥം പത്രോസ് എന്നാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള മലയാള ഭാഷാന്തരം എന്ന് പറയുന്നത് കല്ല്, അതോ പാറക്കഷണം. നീ അതുപോലെ ഉറപ്പുള്ളവനായി തീരും എന്നാണ് പറഞ്ഞത്. ഒരു ഞാങ്ങട പോലെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി കിടക്കുന്നതായ ചേമ്പിൻതാള് വാടിയാൽ ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ ആയിരുന്നു പത്രോസിൻ്റെ സ്വഭാവം. പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തിയെ മറ്റുള്ളവരെ കണ്ട് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തിട്ട് അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ കർത്താവ് ഇവനെ കണ്ടിട്ട് ഭാവിയിൽ ഇവൻ ആരാകുമെന്ന് കർത്താവ് കണ്ടു. അവൻ്റെ പേര് മാറ്റി അവനോട് പറഞ്ഞു, നീ ഇനി മുതൽ കല്ല് അഥവാ പാറക്കഷ്ണമെന്ന അപരനാമത്തിൽ അറിയപ്പെടും, കേഫ അഥവാ പത്രോസ് എന്ന പേരിൽ അറിയപ്പെടും. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായിരുന്നു, പ്രഗത്ഭനായിരുന്നു, സമർത്ഥനായിരുന്നു വിശുദ്ധ പത്രോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരിക്കൽ യേശു ഗലീല തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ നിന്ന് ദൈവവചനം കേൾക്കാൻ ജനങ്ങൾ ഇങ്ങനെ തിക്കിക്കൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് ജനമാണ് യേശുവിനെ ഗലീലക്കടലിൻ്റെ തീരത്ത് ഇങ്ങനെ തിക്കിക്കൊണ്ടിരിക്കുന്നത്. യേശു ഉടനെ അവിടെ 2 പടക് കരയ്ക്കടുത്ത് കിടക്കുന്നുണ്ട്. അതിൽ ഒരു പടക് പത്രോസിൻ്റെ പടകായിരുന്നു, അഥവാ ബോട്ട് പത്രോസിൻ്റെ ആയിരുന്നു. പത്രോസിൻ്റെതായ വള്ളത്തിൽ യേശു കയറിയിരുന്നു. അത് കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പത്രോസ് പറഞ്ഞു. പത്രോസ് കരയിൽ നിന്ന് അല്പം നീക്കി. സാമാന്യമായി ചിന്തിച്ചാൽ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും കിട്ടാതെ നിരാശയോടുകൂടി വല കഴുകി ഇനി പണി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു പത്രോസ്. അപ്പോഴാണ് യേശു ഈ കടക്കരയിലേക്ക് വന്നത്. വന്നിട്ട്, നീ ക്ഷീണിതനാണല്ലേ എന്നൊന്നും കർത്താവ് ചോദിച്ചില്ല. നീ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ലല്ലേ, അതൊന്നും ചോദിച്ചില്ല. പകരം പത്രോസിൻ്റെ അധ്വാനം കുറച്ചുകൂടെ കൂട്ടുകയാണ് ചെയ്തത്. പത്രോസിൻ്റെ പടകിൽ യേശു കയറിയിരുന്ന് അത് കരയിൽ നിന്ന് അല്പം മാറ്റണം, നീക്കണമെന്ന് പറഞ്ഞു. കരയിൽ നിന്ന് അല്പം കൂടെ കടലിലേക്ക് തള്ളി നിർത്തി. അപ്പോൾ കരയിൽ നിൽക്കുന്ന ജനത്തിന് അഭിമുഖമായിട്ട് തന്നെ യേശു ഈ പടകിലിരുന്നു, അഥവാ ഈ വള്ളത്തിലിരുന്നു. യേശു സംസാരിക്കാൻ തുടങ്ങി.
നമുക്കറിയാം, നമ്മളെപ്പോലെ 10 മിനിറ്റോ 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊന്നും അല്ല യേശുവിൻ്റെ പ്രസംഗം. ചിലപ്പോൾ മണിക്കൂറുകളോളം നീളും, ചിലപ്പോൾ ഒരു പകൽ മുഴുവനായിരിക്കും, ചിലപ്പോൾ രാത്രി മുഴുവനായിരിക്കും, ചിലപ്പോൾ 2-3 ദിവസം പ്രസംഗം നീളാൻ സാധ്യതയുണ്ട്. എങ്കിലും അനുസരണക്കേടൊന്നും പത്രോസ് കാണിച്ചില്ല. തൻ്റെ നഷ്ടബോധത്തെക്കുറിച്ചൊന്നും താൻ പറഞ്ഞില്ല. താൻ യേശുവിൻ്റെ അടുക്കൽ തൻ്റെ സങ്കടമൊന്നും കാഴ്ചവെച്ചില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ്, ഞാൻ ത്യാഗം സഹിക്കുകയാണ്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഇനി എനിക്ക് ഇത് നിൽക്കാൻ പറ്റില്ല, എൻ്റെ പടക തരാനായിട്ട് നിവൃത്തിയില്ല, എൻ്റെ വഞ്ചിയിൽ നീക്കാറുണ്ട്, നീ ഒരു കഴിഞ്ഞ് അടുത്ത ഏതെങ്കിലും വള്ളം എടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറി നിന്ന് സംസാരിക്കുകയും എന്നൊന്നും പറഞ്ഞില്ല. അവൻ അവിടെയും ത്യാഗം സഹിക്കാൻ തയ്യാറായി പത്രോസ്. പ്രസംഗമെല്ലാം കഴിഞ്ഞു, ജനമെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ആഴത്തിലേക്ക് ഇറങ്ങി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, പക്ഷേ നിൻ്റെ വാക്കിനെ ഞാൻ നിരാകരിക്കുന്നില്ല, നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് പത്രോസ് വലയിറക്കി. ആ വലയിൽ പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്ന് അടുത്തുള്ളതായ തോണിക്കാരെ കൊണ്ട് വിളിച്ച് ഇത് വലിച്ചു കയറ്റി അത് വിൽപ്പന നടത്തിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ വള്ളം വലയും പടങ്ങുമെല്ലാം അവിടെ വിട്ടിട്ട് താൻ യേശുവിനെ അനുഗമിച്ചു. ഞാൻ പറഞ്ഞത്, നിരാശപ്പെട്ട് താൻ പോയിരുന്നുവെങ്കിൽ ഇത്ര മഹത്തരമായിരിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് പത്രോസ് വരികയില്ലായിരുന്നു. പത്രോസ് തൻ്റെ പട കൊടുക്കാതെ അതിന് നിരാകരിച്ചു, യേശുവിൻ്റെ ആവശ്യം നിരാകരിച്ചിരുന്നുവെങ്കിൽ, നിരാശയോടെ അവൻ വീട്ടിലേക്ക് മടങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. സുഹൃത്തെ, മറന്നു പോകരുത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, പ്രിയ കുഞ്ഞെ, നീ അവസാനിപ്പിക്കരുത്. ഒന്നുകൂടെ പരിശ്രമിക്കുക, ഒന്നുകൂടെ. നിശ്ചയമായും ഇതിൽ നിന്ന് നിനക്കൊരു നന്മയുണ്ടാകും. കണ്ണുകളടയ്ക്കാൻ നല്ലവടക്കാൻ ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. മാനസികമായി ഭാരപ്പെട്ട നിരാശയുടെ അനുഭവത്തിലായിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് ആശ്വസിപ്പിക്കുമാറാകണമേ. അവർ പലതും ചെയ്തിട്ട് കർത്താവെ ആ ജോലിയിൽ നിന്ന് മാറിപ്പോകാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിന് പഠനം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഇനിയൊരു തൊഴിലന്വേഷിക്കുന്ന ആ അന്വേഷണം നിർത്തുവാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മിഷണറി പ്രവർത്തനത്തിൽ കർത്താവെ അവർ അത് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുവാനായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൃഷി പരാജയമെന്ന് പറഞ്ഞിട്ട് ആ കൃഷി അവസാനിപ്പിക്കാനായിട്ട് തയ്യാറായിരിക്കുക. ആകിയ കർത്താവരെല്ലാം ഈ നിരാശയോടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെ നീ ആശ്വസിപ്പിക്കണം, അവരെ നീ അനുഗ്രഹിക്കണം. തോമസ് കാർലൈനെ പോലെ ആ ചുമർ കെട്ടിയത്, ആ ഇഷ്ടിക പെറുക്കി വെച്ചത്, ആ നീളത്തിൽ വെച്ചത്, അതിന് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവന്നത് ഒരു ഭിത്തിയായി, അതൊരു മനോഹരമായ കെട്ടിടമായി രൂപാന്തരപ്പെടുന്നത് കണ്ട് തൻ്റെ ജീവിതത്തിൽ അതുപോലെ മാറ്റം വന്നതെങ്കിൽ ഈ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരിൽ ഒരു മാറ്റം വരുത്തണമേ. പ്രാർത്ഥിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ആമേൻ.